ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 19 ചൊവ്വാഴ്ച മലയാള സിനിമാ ചരിത്രത്തിലെ പുതുചരിത്രം പിറന്നൊരു ദിവസമായിട്ട് ഇന്ന് 2024 മാർച്ച് 19 മാറുകയാണ്. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ മാസം ഫെബ്രുവരി 22 തിയേറ്ററുകളിലേക്ക് എത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സർവൈവൽ ത്രില്ലർ സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 200 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടന്നിരിക്കുകയാണ്. കൃത്യം 26 ദിവസങ്ങൾ കൊണ്ടാണ് 200 കോടിയിലേക്ക് മഞ്ഞുമൽ ബോയ്സ് പിള്ളേർ ഓടിയെത്തിയിരിക്കുന്നത്. അങ്ങനെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ പുതുചരിത്രം ഇന്നേ ദിവസം പിറന്നിരിക്കുകയാണ്. മോളിവുഡിന്റെ അങ്ങനെ സീൻ മാറ്റിയ സിനിമയായിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ്. മോളിവുഡിന്റെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ടും ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ടും കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ടും മഞ്ഞുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ്. ഇനി വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറാനായിട്ടാണ് സിനിമ അടുത്തതായിട്ട് ഒരുങ്ങുന്നത്. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിരിക്കും സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാനാവാതെ പോയത്. എങ്കിൽ പോലും ബാക്കി എല്ലാ നേട്ടങ്ങളും സിനിമ നേടിയെടുക്കുമ്പോൾ അത് വേറെ ലെവൽ നേട്ടമെന്ന് നിസ്സംശയം പറയാം. ഇനി നാം ഉറ്റുനോക്കുന്നത് ഇപ്പോഴും മികച്ചൊരു ഹോൾഡോട് തിയേറ്ററുകളിൽ ഓടുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തുമെന്ന് അറിയാനായിട്ടാണ്. നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 250 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്ന് നിലവിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സമയമായിട്ടില്ല. അതേസമയം 220 കോടിയോളം രൂപയാണ് നിലവിലെ ട്രെൻഡ് വെച്ച് നാം പ്രതീക്ഷിക്കുന്നത്. അടുത്തയാഴ്ച ആടുജീവിതം വരെ നിലവിൽ സിനിമയ്ക്ക് ഒരു സിനിമയും ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ഭീഷണിയില്ല. ഇതിനിടയിൽ മഞ്ഞുമൽ ബോയ്സ് ബിസിനസ് ഉൾപ്പെടെ 250 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ നിർമ്മാതാക്കൾ 20 കോടിയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനോട് OTT അവകാശത്തിനായിട്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനോട് അടുത്ത തുകയാണ് നിലവിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ നൽകിയിരിക്കുന്നത്. ഏകദേശം 15-20 കോടി റേഞ്ചിൽ തന്നെ ആയിരിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഒപ്പം തന്നെ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ബിസിനസ് നോക്കുകയാണെങ്കിൽ 250 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബിസിനസ് കളക്ഷൻ കടക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതും ഒഫീഷ്യലായിട്ട് തന്നെ ഏറ്റവും അവസാനം വരാനുള്ള സാധ്യതയുണ്ട്. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റുകൾ കേട്ട്.